വേളാവ് മീനിൻ്റെ ഒരു സാഗര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, മീൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 3-4 വള്ളം നിറയെ മീൻ കാണും. ഇവിടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ആദ്യം നമുക്ക് ലേലമണിയും കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മുടെ വേളാവ് 5 മീൻ വീതമാണ് ഇവിടെ ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത്. അതാണ് അവർ ഇടുന്നത് പോലെ ഇരിക്കും. 9,900 രൂപ കേട്ടോ 5 വേളാവ് മീൻ. ഓരോ മീനും ഏകദേശം 9 കിലോ 10 കിലോ പല സൈസിലുമുണ്ട്. സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് കൂടുന്നതും കുറയുന്നതും. വേളാവ് മീനിന്റെ ടേസ്റ്റിനെ പറ്റി ഒന്നും പറയാനില്ല. അതിന്റെ മുള്ള് വരെ നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന മീനാണ് ഈ വേളാവ് മീൻ. അതായത് പാരകളിൽ പല വെറൈറ്റികളുമുണ്ട്. അതിലേറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മീനാണ് ഈ വേളാപ്പാര. 8,100, 200, 300, 400, 500, 600, 8,600, 8,600, 8,600 കൂട്ടിയില്ല. നേരത്തെ 9,900, ഇപ്പോൾ 8,600. അപ്പോൾ അതുപോലെ ആയിരിക്കും മീനിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളും. 8,000 രൂപ, 8,100 രൂപ, 200 രൂപ, 300 രൂപ, 8,300 രൂപ, 8,300 രൂപ, 8,300 രൂപ, 8,300 രൂപ, 400 രൂപ, 8,400 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 രൂപ. കറക്കുമടി മീനുകൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട് നീരോടി എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് വിഴിഞ്ഞത്തുനിന്ന് പൂവാർ പോകുന്ന വഴി നീരോടി കടപ്പുറത്തിന് വെറും 25 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം പോവുക. കാരണം ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ മീനുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 16/9/2025, അതുപോലെ 17-ാം തീയതിയും ഉണ്ടായിരുന്നു, അതുപോലെ 18-ാം തീയതി ഇതേ കണക്കിന് മീനൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് പൂവാർ പോകുന്ന വഴിയിൽ നിന്ന് പഴയ ഉച്ചക്കട കയറി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നീരോടി കടപ്പുറത്ത് പോകാവുന്നതാണ്. ഇവരുടെ ഈ കറക്കുമടി എന്നുള്ള ഈ സംഭവത്തിൽ ഇവർ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ചൂര, വങ്കട, വേളാവ്, വറ്റപ്പാര എന്നീ തരത്തിലുള്ള മീനുകളാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവർക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ 3, 4, 5 വള്ളം നിറയെ മീൻ കിട്ടും. കാരണം അങ്ങനത്തെ ഒരു ഏരിയ കൂടെയാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഫീൽഡിൽ വന്നതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. കാരണം നീരോടി കടപ്പുറങ്ങളിൽ മീൻ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനധികം മീനുണ്ടാകും. പക്ഷേ അവിടെ വാങ്ങാൻ വരുന്ന ആളുകളുടെ ഒരു എണ്ണ അനുസരിച്ചായിരിക്കും അവിടെ ആ മീനിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് വേളാവെന്ന് പറയുന്ന മീനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് വങ്കട, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ചൂരയാണ്. അവിടെ പോകാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വള്ളങ്ങളോ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രം പോവുക. ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്ന് അവിടെ ഇപ്പോഴും വള്ളക്കാരൊന്നും പണിക്ക് പോകത്തില്ല. നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് പോവുക. നിങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ.